ചേച്ചി കേക്കട്ട്. ചേച്ചി ആര്? പ്രിയ. ചേച്ചി വേറെ ഒന്നുമില്ല ചേച്ചി, നമ്മളിങ്ങനെ സ്കൂളിൽ പഠിക്കും, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പറയിട്ട് എക്സ്കർഷൻ നമ്മൾ പോയായിരുന്നു, ടൂറിന് പോയായിരുന്നു. പോയിട്ട് നമ്മള് തിരിച്ച് രാത്രി വരുവായിരുന്നേ. വരുന്ന സമയത്ത് നമ്മൾ 3 പേര് മാത്രം ബേക്കിലത്തെ സീറ്റിൽ അങ്ങനെ ഇരിക്കുവായിരുന്നേ. ചേച്ചി എന്തിങ്ങനെയാ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാ, ചുമ്മാ തമാശ. അപ്പൊ നമ്മളിങ്ങനെ പുറകിലിങ്ങനെ ഇരിക്കായിരുന്നേ. ലൈറ്റ് ഒന്നുമില്ല സമയത്ത്. സാറന്മാരൊക്കെ ഭയങ്കര ഉറക്കം, ഡ്രൈവർ മാത്രമേ ഉണർന്നിരിപ്പുള്ളൂ. നമ്മൾ നോക്കുമ്പോ അച്ചു നമ്മൾ അടുത്തോട്ട് ഇങ്ങനെ വരുന്നു. പറയിട്ട് ഞാൻ അങ്ങോട്ട് അടുത്ത് വന്നിട്ട് ഇവളടുത്ത് പറയുവാ, നിനക്കെന്ത് കൂർക്കം വലിയാണടി പെണ്ണേന്ത്. വെറും ഒരു ചെറുക്കനല്ല, നിന്നെ കെട്ടാൻ വരും നല്ല രാജകുമാരനെ പോലൊരു യുവ കോമളൻ. വെറുതെ അല്ല, 5 കുതിരകളെ തെളിക്കുന്ന സ്വർണ്ണ തേരിലാവും വരുമ്പോ നാട്ടുകാരെല്ലാം കൺകുളർക്കെ കാണനിക്കെ നിന്നെ മംഗലം കഴിച്ചവൻ കൊണ്ടുപോകും. എല്ലാരും അസൂയപ്പെട്ട് ഞാനടക്കം ഇങ്ങനെ നോക്കി നിൽക്കും. കല്യാണം നടന്നില്ലെങ്കിലും വേണ്ടൂല, പറഞ്ഞു കേട്ടിരിക്കണം, കൊതിപ്പിക്കല്ലേ. വലിഞ്ഞു കയറിയോളൂ വന്നേക്കോ. എന്റെ ദൈവമേ, ഈ നാശം പിടിച്ചതൊക്കെ എന്റെ വീടിന്റെ അടുത്താണല്ലോ കൂരയും കെട്ടി താമസിക്കുന്നത്. വലിഞ്ഞു കയറി വന്നോളൂ. ഈ ഭൂമിയില് ആരും ഒറ്റയ്ക്ക് വരുന്നില്ല. ഈ ജീവിതത്തിൽ അവർക്ക് ആരും തുടയില്ല. അവിടെ സ്റ്റെപ്പുണ്ട്. എന്റെ കുടുംബക്കാരൊക്കെ അങ്ങ് വയനാട്ടിലാ. വയനാട് എവിടെയാണ്? വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂപടം വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിലങ്ങ് മുകളിലാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്ത് നടക്കും. വയനാട് എവിടെയാണ്? നിനക്ക് എന്ത് ചെയ്യണം? അല്ല, വയനാട്ടിൽ എല്ലാരും വന്നാ മാമി? എല്ലാരും വന്നു, പക്ഷെ എന്റെ അച്ഛൻ മാത്രമേ വന്നില്ല. അയ്യോ, അതെന്ത്? വയനാട് കാടാണല്ലോ. എന്റെ അച്ഛന് ഈറുവിട്ടായിരുന്നു ജോലി. കുട്ടിക്കാലത്ത് 6 വയസ്സുള്ളപ്പം അപ്പോഴും എന്നെ പൊടിച്ചീനെ വിളിക്കുവോ അച്ഛൻ. എന്നെയും എന്റെ അനിയനെയും കൊണ്ട് അച്ഛൻ ഈറവെട്ടാൻ പോയപ്പോ പുലി ഇറങ്ങിയേട്ടാ. അച്ഛൻ എന്റെ കയ്യിൽ എന്റെ അനിയനെ തന്നിട്ട് പറഞ്ഞു ഓടിക്കോടി പിടിച്ചേന്ന് പറഞ്ഞു. അച്ഛനെ പുലി പിടിച്ചു. അയ്യോ, ഞാൻ പാറമടേനെ വണ്ടിയിൽ ഇത് പറഞ്ഞു, കൊല്ലണം മാമ, പുലിയെ കൊല്ലണം മാമ. ആളെ മനസ്സിലായില്ലേ? ഇല്ല. പുലിമുരുകന്റെ പെങ്ങള് പുലിപ്പൊടിച്ച്. ആ പുലിമുരുകന്റെ കഥയും കേട്ടോണ്ടിരിക്കാതെ ആ പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോകാൻ നോക്കണേ. അച്ഛന്റെ വില അറിഞ്ഞൂടാത്തോണ്ട്, അച്ഛൻ മരിച്ചതിന്റെ വില അറിഞ്ഞൂടാത്തോണ്ടാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് മലമ്പനി വന്നു. മലമ്പനിയോ? ആഹാ. അന്ന് ആ ഡോക്ടർ പറഞ്ഞ എന്തോന്നറിയാമോ? റെസ്റ്റ് എടുക്കണമെന്ന്. അതിന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക 17 വർഷമായിട്ട്. ഇത് വേറെ ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടിട്ട് ഇറങ്ങി പണിക്ക് പോകാൻ നോക്കണ്ട. എടാ, ഈ ഡോക്ടർ പറയണ്ടേ? അത് ഞാൻ റെസ്റ്റ് എടുക്കണ്ട മതിയെന്ന് പറയണ്ടേ? അതെന്തോന്ന് ചോദിക്കട്ടെ, ആ ഡോക്ടർ ഇല്ലയോ എന്റെ ഓമനക്കുട്ട മരിച്ചുപോയി. അതെന്റെ കുഴപ്പമാണോ? വേറെ ഡോക്ടറെ പോയി കാണ്. അതെനിക്ക് വിശ്വാസം പോരാ. വ്യാജ ഡോക്ടറുള്ള കാലവാ, മനസ്സിലായോ? 1, 2 അല്ലെങ്കിൽ പിന്നെ ഈ ഡോക്ടർ മരിക്കുന്നതിന് മുമ്പ് അപ്പൊ ആ ഡോക്ടറെ പറഞ്ഞേൽപ്പിക്കണം. അസുഖം വരുന്നുണ്ട്, അവന്റെ കാര്യം ഒന്ന് നോക്കിക്കോണേ എന്നൊന്ന് പറഞ്ഞു. അതുമില്ല. 17 വർഷങ്ങൾക്ക് മുമ്പ് മലമ്പനി. എന്റെ കാര്യം തന്നെ നോക്ക്. ഞാൻ ഇതുവരെ കണ്ട എല്ലാ കുട്ടികളെയും എനിക്ക് ഇഷ്ടായി. പക്ഷെ കുട്ടികൾക്ക് എന്നെ ഇഷ്ടല്ല. ആദ്യം ആ കുട്ടിയോട് സംസാരിക്കുക, എന്നിട്ട് ഇഷ്ടമെങ്കിൽ താൻ നടത്തിക്കോ. അവരെങ്കിലും സുഖമായിട്ട് ജീവിക്കല്ലോ. എന്താ വെച്ചാ ഞാന് അല്പം എവിടുന്ന് കിട്ടി? അല്പം എന്നാണോ പറഞ്ഞേ? അല്പം പറഞ്ഞു വരട്ടെ. അല്പം കഞ്ഞി കുടിച്ചു. അല്പം കഞ്ഞി കുടിച്ചിട്ട് ഇരിക്കുവാ. കൂട്ടിയിരിക്കുന്നത് ആരാ? കൂട്ടിരിക്കുന്ന എന്റെ മൂത്ത മോൻ. എടാ, അതാണ് ഞാൻ ചോദിച്ചേ. ഓ, ഇളവനോ? ഇളവൻ അവളെ കൂട്ടിരിക്കുവാ. എടാ, നിന്റെ കൂടെ ഇവിടെ ആശുപത്രി കൂട്ടിയിരിക്കുന്ന ആരാ? നമ്മക്ക് ആരെങ്കിലും ഉണ്ടോ കൂട്ടിരിക്കാൻ? എല്ലാവർക്കും നമ്മുടെ പൈസ മതി. എന്റെ സഹോദരങ്ങൾ പോലും ഇല്ലയോ? ഓ, ഒരു പെങ്ങളുണ്ട്. അവളെ കെട്ടിച്ചേക്കുന്നേ അങ്ങ് തെങ്ങമത്താ. ഞാനാന്നോ? അന്നേരം പരിചയമുണ്ടോ? സംസാരിക്കും. ഇല്ല, പറ. ഈ ചെറുക്കനാണെങ്കിലേ മദ്യപാനിയവൻ. മദ്യം പോട്ടെന്നാ, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്കുണ്ട് ഇവൻ പറയാൻ മൂത്ത ചെറുക്ക അവന്റെ അല്ലെന്നവരങ്ങ് സംശയോ. എന്താ ചെയ്യാൻ പറ്റുമെന്നാ? എടാ, അതിനൊക്കെ ഒരു ടെസ്റ്റ് ഉണ്ട്. എന്നാ ടെസ്റ്റാ? DDT ടെസ്റ്റ്. പെങ്ങള് പറ്റുന്നത് ഉറുമ്പ് കുഞ്ഞിനെയാണോ? അല്ല, നിനക്ക് എന്തുവായിരുന്നു പണി? എന്തുവായിരുന്നു? അണ്ണാ, എനിക്ക് പെയിന്റിങ്ങിന്റെ പണിയായിരുന്നു. എനിക്ക് ഗുരു ഉണ്ടായിരുന്നു പെയിന്റിങ് പണിക്ക്. ഈ പുള്ളിക്കാരന്റെ കൂടെ കഴിഞ്ഞ ആഴ്ച പണിക്ക് പോയത്. സ്വർണ്ണക്കടക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയി. എന്റെ അകത്ത് ഞാൻ ഇങ്ങനെ പെയിന്റ് അടിച്ച് ഇങ്ങനെ വരുവാ. അപ്പൊ ഭിത്തിക്കകത്ത് എഴുതി വെച്ചേക്കുന്ന പണിക്കൂലി കുറവാണ്. അപ്പോഴേ ഞാൻ പ്രശ്നം കഴിവി. നിന്റെ പണിക്കൂലി അല്ല കുറവ്, പിന്നെ അവിടെ പണിയുന്ന സ്വർണത്തിന്റെ പണിക്കൂലിയാ കുറവ്. നിനക്കൊരു തച്ച് കിട്ടത്തില്ലായിരുന്നോ? ഞാൻ അന്നേ ഇറങ്ങി വന്നപ്പോ പറ്റിയതാ ഈ ആക്സിഡന്റ്. അണ്ണ എന്താ വെച്ചാ? ഞാന്
അന്തസ്സും ആഭിജാത്യമുള്ളവർക്ക് കയറി വരാൻ പറ്റുമോ ഇതിനങ്ങോട്ട്? ആരാ ഈ പറയുന്നേ? ഞങ്ങളുടെ അപ്പൂപ്പന്റെ വെളിച്ചോറ് ഫ്രിഡ്ജിനകത്ത് കയറ്റി പിറ്റേന്ന് തിളപ്പിച്ചൂറ്റി അത് മീൻചാറ് കൂട്ടി തിന്നവനാ ഈ പറയുന്നത് അമിതാത്യം. അത് ഞാൻ നല്ലത്. സുഭദ്രേ, എന്താ സുഭദ്രേന്ന് വിളിച്ചപ്പോ എന്നെ നാക്കിന് തുമ്പ് അങ്ങ് പെരുത്തറി. എന്നാലും അങ്ങനെ വിളിച്ചല്ലോ. നീ മാത്രമല്ലടി, ഞാനും തിന്നിട്ടുണ്ട് ആപ്പിള്. പക്ഷെ ഇതുപോലെ ഒളിപ്പിച്ചു വെച്ചല്ല തിന്നത്. ആപ്പിള് തന്നെ അല്ല. പ്രായമുണ്ട്, അമ്മയ്ക്ക് അറിയുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇല്ലടാ, കാരണം ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. കണ്ടോ, അമ്മയ്ക്ക് പോലും അറിയത്തില്ല. എനിക്ക് ആ പ്രായമുള്ളപ്പോഴാണ് അമ്മാവൻ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് ലീവിന് വന്നത്. അതെ, സാധാരണ കൊണ്ടുവന്ന് എന്തോന്നറിയാമോ? ഇങ്ങനെ തറയെ കൂടെ വരയ്ക്കുമ്പോ പുറകെ കൂടെ തീപ്പൊരി പോകുന്ന കാറ്. അത് കണ്ട് കൊതിയോടെ ഞാൻ ചോദിച്ചു, അമ്മാവാ എനിക്കൊന്നത് ആ തീപ്പൊരി ഞാനൊന്ന് കാണട്ടെന്ന്. ഇയാൾ എന്നെ പിടിച്ച് തറയിൽ ഉറച്ചു കളഞ്ഞു. അതിന് കാരണം നീ തറയെ പിടിച്ച് ഉരയ്ക്കുമ്പോ മൂട്ടിക്കൂടെ തീപ്പൊരി പറത്തിയ ആ കാറിന്റെ നൊമ്പരം നീ ഒന്ന് അറിയണമായിരുന്നാ. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതങ്ങ് പോട്ടെ, എന്തൊക്കെ തിന്നാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. പിസ്ത തിന്നോണ്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം എനിക്കൂടെ പിസ്ത തരാൻ പറഞ്ഞപ്പം ആ പിസ്തയുടെ തോടെടുത്ത് കോമ്പല് പോലെ വെച്ച് കാര്യം തന്നെ പേടിപ്പിച്ച് ഇയാൾ. നിനക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ഗൾഫിൽ പോകണമായിരുന്നു. അതെന്തൊരു വർത്തമാനമാങ്ങളെ. എന്റെ മോൻ ഗൾഫിൽ പോയത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ അറിയില്ല. 1.5 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ എന്റെ മോനെ ഗൾഫിൽ വിട്ടായിരുന്നു. 1 മാസം തികച്ചാൻ അവിടെ നിൽക്കുകയും ചെയ്താൽ. 1 മാസം എത്രടി അവൻ അവിടെ നിന്നത്? 1 കിലോ പിസ്ത മേടിക്കാൻ. ചക്കരെ ഉറങ്ങിയാ? ആ ചക്കര ഉറങ്ങിയടാ. അവിടെ ഭർത്താവാ. ഹലോ ഹലോ പറ, ആരാ? എടാ നാണം ഉണ്ടാടാ രാത്രി ഭാര്യയുടെ അവിഹിതം പിടിക്കാൻ വേണ്ടി കാത്തിരിക്കാനായിട്ട്. എടാ കല്യാണം കഴിച്ച സ്വന്തം ഭാര്യയെ വിശ്വസിക്കാൻ പഠിക്കണോടാ. നീയൊക്കെ ആണുങ്ങൾക്ക് അപമാനമാണ് കേട്ടടാ. അതെ അതെ, തെറ്റിദ്ധരിക്കില്ല, ഞാൻ അത്രക്കാരനല്ല കേട്ടോ, സോറി. ഞാൻ അവള് ഉണരുമ്പോ പറഞ്ഞേക്കാം. ശരി, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, സത്യം വിട്ട് തെറ്റിദ്ധരിക്കത്തില്ലെന്ന്. ഇല്ല തെറ്റിദ്ധരിക്കില്ല, സത്യം. താങ്ക് യു. ഹലോ ചക്കരെ ഉറങ്ങിയാ? ആ ചക്കര ഉറങ്ങിയടാ. ഇപ്പൊ നമ്മൾ സ്കൂളിൽ ചേർത്താലും എഴുതി തുടങ്ങുന്ന പേരല്ലേ ആദ്യം വിളിക്കുന്നത്. അപ്പൊ എഴുതി തുടങ്ങുന്ന ഒരു പേര്, എഴുതി തുടങ്ങുന്ന പേരെന്ന് പറയുമ്പോ എന്റെ മനസ്സിലൊരു പേരുണ്ട്. ഏതെണ്ണ? നമുക്ക് എമ്പുരാൻ ഇട്ടാലോ? മോഹൻലാലിന്റെ മോനല്ല, ചപ്പളി മണിയന്റെ മോനാണ്. ഏയ് തുടങ്ങുന്ന പേര് പോലെ പറ മാമ. എന്റെ മനസ്സിലൊരു പേരുണ്ട്. മാമ പറ മാമ. തുമ്പി. തുമ്പിയിൽ എവിടെ ഇരിക്കുന്നു മാമയെ? പറയും പോലെ തുമ്പി അങ്ങനെ കിന്നാൻ തുമ്പി. കിന്നാര തുമ്പിൽ എവിടെ ഇരിക്കുന്നു മാമയെ? ആ പോസിൽ തന്നെ വലിയൊരു എടാ ബാല, എന്നെ കട്ടി പ്രായത്തിന് മൂത്തതായിട്ട് ഞാൻ ചോദിക്കുന്നു, നിന്റെ കുടുംബത്ത് നീ ഒരു കുഞ്ഞ് ജനിച്ചാൽ നീ കിന്നാര തുമ്പിന്ന് പേരിടണം. ഒരു ആകൊച്ചല്ലേടാ ഒരു കിന്നാര തുമ്പിന്ന് പേരിടണം. നിനക്ക് ഇപ്പൊ നമ്മൾ സ്കൂളിൽ ചേർത്താലും എഴുതി തുടങ്ങുന്ന പേരല്ലേ ആദ്യം വിളിക്കുന്നത്. അപ്പൊ എഴുതി തുടങ്ങുന്ന ഒരു പേര്, എഴുതി തുടങ്ങുന്ന പേര്. ചേട്ടാ ജ്യൂസ് ഉണ്ടോ? പിന്നെ ജ്യൂസ് ഇല്ലാതെ ജ്യൂസ് അല്ലേ വന്ന് പിന്നെ ജ്യൂസ് ആണല്ലോ പൊട്ടാ. ഒരു പപ്പായ ജ്യൂസ്. ഹെൽത്തി ഹെൽത്തി. മധുര ഇടേ വേണ്ട. എടാ ഹെൽത്തി കുട്ടാ. പിന്നെ കൂടെ 2 മുട്ട പപ്സും. അട ഗമ്മാലെ. ചേട്ടാ ജ്യൂസ് ഉണ്ടോ? പിന്നെ ജ്യൂസ് ഇല്ലാതെ ജ്യൂസ് അല്ലേ വന്ന് പിന്നെ ജ്യൂസ് ആണല്ലോ പൊട്ടാ. ഒരു പപ്പായ ജ്യൂസ്. ഹെൽത്തി ഹെൽത്തി. മധുര ഇടേ വേണ്ട. എടാ ഹെൽത്തി കുട്ടാ. പിന്നെ കൂടെ 2 മുട്ട പപ്സും. അട ഗമ്മാലെ. പേരെന്താന്ന് പറഞ്ഞേ? പറഞ്ഞിട്ടില്ല. എന്താ പറയില്ലേ? പറയും. ആങ്കി പറ. ആന്റണീന്നാ. എന്ത് ഗണി? ആന്റണി. ഗുഡ് നൈം ആന്റി ഗണി. ശ്രദ്ധിക്കാം, സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കാള കിടക്കും കയറോട്. എന്ത് അറിയില്ല? പരമ കഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 2 മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. എന്താണ്? പെട്ടെന്ന് പറ. അറിയില്ല? കഷ്ടം. എന്നാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് ഇതിനേക്കാൾ വെറും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈക്കിൾ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് എന്തുകൊണ്ട്? അതും അറിയില്ല? ഇരിക്കടോ. പിന്നെ എന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓടി വന്നത്? ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും. അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം. ക്വസ്റ്റ്യൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. കിക്കിലിക്കും കിളികിൽക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. എന്റെ അപ്പൻ. എന്താ ഇവിടെ ഒരു കൂജാചാചല? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ച ഒരു മലയാള അധ്യാപകന്റെ ഭാര്യ പറഞ്ഞു കേട്ടോ, ഗൂലാലോചനയെന്ന്. എടി ഇവിടെ എന്താണ് ഒരു ഗൂലാലോചന? എന്നെ കൂടെ പറഞ്ഞ് തെറ്റിക്കാൻ വേണ്ടി അതല്ലേ ഇവളിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എടേ ഇവിടെ എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നു. എന്റെ അനിയ ഷാജി ദുവാ കത്തി എടുത്തോണ്ട് പറഞ്ഞിടാ, അവര് പോകും. ബഹളം വെക്കാതിരി. സംസാരിക്കുന്ന പതുക്കെ സംസാരിക്കുന്നു, കേൾക്കൂല. ഒരാൾ നമ്മളെ കാര്യം പറഞ്ഞു പതുക്കെ സംസാരിക്കണം. അവരോടത്ത കത്തി പടിയെടുത്ത് ഇലവട്ടമെല്ലാം വന്നായിരിക്കും. ഇന്നലെ രാത്രിയെ പറ്റിയായിരുന്നു. പിന്നെ വേറെ എന്തിനാ വന്ന? അയാൾ കത്തിയെ കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്തോ? അവൻ കത്തിയെടുത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. ചോര കണ്ടാ മടിയിൽ വെക്കൂ. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇപ്പൊ ഇല്ല. അതൊക്കെ പണ്ടായിരുന്നു. അങ്ങനെ ഇല്ല. അവൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. അയ്യോ, പിന്നെ അവൻ ഇന്നോട് രാജപാളയം പട്ടി ഉണ്ടായിരുന്നേ. എന്നിട്ട് അവനെ കണ്ടു കുരച്ചില്ല എന്ന് പറഞ്ഞ പട്ടിയുടെ പെട്ടിലേക്ക് നോക്കിയാ കൊടുത്തത്. അങ്ങനെ ആരും ചെയ്യണപ്പ കക്ഷിയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ പണ്ട്. അങ്ങനെ
ഒരുത്തനും ഇല്ലെന്ന് ഞാൻ നാട്ടുകാർ പറഞ്ഞായിരുന്നു. എന്താ എന്റെ അച്ഛനെ പുലി കടിച്ച് വലിച്ചോണ്ടാണ് പോയെന്ന്. വലിച്ചടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചു കൊണ്ടുപോകാനുള്ള ഐഡിയ ഒന്നും പുള്ളിക്കില്ല. മനസ്സിലായില്ലേ? അതല്ല, അങ്ങനെയുള്ള ഐഡിയ ഉള്ളതാണെങ്കിൽ മാത്രമല്ല പുള്ളിയുടെ റൂട്ട് അതല്ല. അച്ഛനെ വെറുതെ ഒന്ന് കാട്ടി കയറിയെന്നല്ല, അച്ഛനൊരു വൈദ്യനല്ലേ പച്ചില പറിക്കാൻ വേണ്ടി ഒന്ന് കാട്ടിലോട്ട് കയറിയതാണ്. ഈ നുണേ നാളെ സഞ്ചാരത്തിന് വരുന്ന ആൾക്കാരടുത്ത് പറഞ്ഞാൽ മതി. പച്ചില പറിക്കാൻ കയറിയത് പഞ്ചായത്തിൽ നിന്ന് നല്ലൊരു ബാത്റൂം ഇവിടെ പണിഞ്ഞു തന്നില്ലേടാ. അവിടെയൊന്നും നിന്റെ അച്ഛൻ പോകൂല. നിന്റെ അച്ഛന് പുലി നടക്കുന്ന വഴിയിലേ പോയാലേ കാര്യം നടക്കൂ. നീ നടക്കുന്ന വഴിയിൽ ഇതുപോലെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ കടിക്കൂലേ? പേർഷ്യൻ കാറ്റേ, എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഇതൊക്കെ ഒരു സിറ്റുവേഷൻഷിപ്പ് അല്ലയോ? റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലക്കിരിക്കും. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നു, സംസാരിക്കുന്നു, കളഞ്ഞിട്ട് അങ്ങ് പോകുന്നു. അപ്പൊ സത്യത്തിൽ ഞാനാ പഴയത്. അത് ഭയങ്കര രസമാണ്. രസോ? അതല്ല അച്ഛനെ, മുറ്റത്ത് ഞങ്ങൾക്ക് ഒരു കിണറുണ്ട്. കിണറ്റിന് അവിടെ വെള്ളം വരാൻ വേണ്ടി ചെന്നപ്പോ കിണറ്റിലോട്ട് ഇങ്ങനെ ഒന്ന് എങ്ങി നോക്കി. അപ്പൊ അതേ റിഫ്ലക്ഷൻ കിണറ്റില് ടൈപ്പാണോ? അതല്ലെന്ന് റിഫ്ലക്ഷൻ കിണറ്റി കണ്ടപ്പോ അച്ഛൻ ചോദിച്ചു, ഇത് ആരാണ് ഈ കുടിക്കുന്ന വെള്ളത്തിൽ വന്ന് കുളിക്കാൻ വന്നേക്കണം പറഞ്ഞ ആള്. അച്ഛന്റെ കിണറ്റിൽ ഒറ്റ ചാട്ടം. ആ ചാട്ടത്തിൽ തീർന്നില്ല. അവിടുന്ന് അച്ഛനെ വലിച്ചു കയറ്റി ഞങ്ങൾ നേരെ ആംബുലൻസ് കയറ്റി അച്ഛനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ ആംബുലൻസ് നേരെ ചെന്നൊരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഇടിച്ചിട്ട് ആംബുലൻസ് നിന്ന് കത്തി. അങ്ങനെ മരിച്ചു. ഇല്ലെന്നാ മരിച്ചില്ല. അവിടുന്ന് അച്ഛൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അവിടുന്ന് രക്ഷപ്പെട്ട അച്ഛനെ ഞങ്ങൾ ഒരു കാറെ കയറ്റി കാറിൽ ഞങ്ങൾ വിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അങ്ങനെ കഴിഞ്ഞപ്പോ ഈ കാറിന്റെ 2 വീല് ഊരി പോയിട്ട് നേരെ കൊക്കയിലേക്ക് മറിഞ്ഞു. അങ്ങനെ മരിച്ചു. ഇല്ല, അപ്പോഴും മരിച്ചില്ല. ഈ പുള്ളിയോട് മരിക്കാൻ പറയാം. മനുഷ്യൻ ടെൻഷൻ അടിച്ചാവുമല്ലോ. എന്നിട്ടാണെങ്കിൽ ഈ അച്ഛൻ പുൽത്തകറിലേക്ക് തെറിച്ചു. അവിടെ ഞങ്ങൾ അച്ഛനെ നേരെ ഒരു ഓട്ടോറിക്ഷ കയറ്റി ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു. മെഡിക്കൽ കോളേജ് ചെന്ന വഴി അച്ഛന്റെ ഓപ്പറേഷൻ മരിച്ചു. ഇല്ല, അപ്പോഴും മരിച്ചില്ല. കാലിന് മുടിഞ്ഞായിട്ടാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അച്ഛനെ നേരെ ഓപ്പറേഷൻ തീട്ടിന്ന് വാർഡിലേക്ക് മാറ്റി. വാർഡിലേക്ക് മാറ്റിയപ്പോ അച്ഛൻ പറഞ്ഞു, മോനെ എനിക്ക് ഇച്ചിരി കാറ്റ് കൊള്ളെന്ന് പറഞ്ഞു. ഞാൻ നേരെ പോയി പാന്റെ സ്വിച്ചിട്ടു. നേരെ പാൻ 3 കറക്കം പൊട്ടി തലയിലേക്ക് വീണു. പൊട്ടിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിന്റെ അച്ഛന്റെ ജാതകം എഴുതിയ എസ് എൻ സ്വാമിയാണ്. അതിനാ പുള്ളിയുടെ മരണത്തിൽ ടിസ്റ്റോട് ടിസ്റ്റാണ്. ഓരോരോ ഇതല്ലേ. അച്ഛനെങ്ങനെയാണ് മരിച്ചത്? അത് ഭയങ്കര രസമാണ്. രസോ? അച്ഛൻ മരിച്ചു. എന്റെ പൊന്നെ, അപ്പൊ ചേച്ചി വീട്ടിൽ ഒറ്റയ്ക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ? ഒറ്റയ്ക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അവൾ 5 വർഷമായിട്ട് ഹോസ്പിറ്റലിലാ. അയ്യോ, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ചേച്ചി. എന്റെ അധികമൊന്നും ഇല്ലെന്നോ, ഒരു 500 രൂപയുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ആയിക്കോട്ടെ. ചേച്ചി 5 വർഷം എന്ന് പറയുമ്പോ എന്താ അസുഖമായിരുന്നു ചേച്ചി? അസുഖമൊന്നും ഇല്ലായിരുന്നു. അസുഖമൊന്നുമില്ല, പിന്നെ 5 വർഷമായിട്ട് ആശുപത്രിയിലാന്ന് പറഞ്ഞു. അവൾ അടുത്ത കട്ട്നൈസ് അല്ലേ? അതെ, ഡേറ്റിംഗ് കൗണ്ടർ അല്ല, പിൻകോഡ് കുത്തി എടുക്കാൻ. മോഹനെ അറിയാമോ? അറിയാം. അവന്റെ ഒരു മോനുണ്ട്. അവൻ നിന്റെ കൂടെ പഠിച്ചതാ. അവനിപ്പോ അഡ്വക്കേറ്റാ. നീയോ അടവെടുത്ത് ഇവിടുന്ന് കേറ്റുന്നു. അവനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാൻ നിയമവശായിട്ട് കാര്യങ്ങൾ അയ്യോ, ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. അത് കഴിയാതെ കയറി എന്തിനു ഷൂട്ട് കഴിഞ്ഞാൽ അപ്പോഴേ വീട്ടിൽ പോകും. ഫോൺ കോൾ എന്തിനു വെറുതെ? വക്കീൽ വന്നാ പോരെ? വന്നല്ലോ വക്കീൽ. സ്ക്രിപ്റ്റിലുള്ള വേണ്ട. ഇത് കണ്ടിന്യൂ. വക്കീൽ വന്നല്ലോ. ഈ വക്കീൽ എന്തിനാ ഈ കോട്ട് നോക്കിയായിട്ട് വന്നത്? പിന്നെ മൺമട്ടി വെച്ചോണ്ട് വരാൻ പറ്റുമോ? വക്കീലിൽ മൺമട്ടി വെച്ചോണ്ട് വക്കീലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതല്ലേ. ഞാൻ ഞായറക്കല്ല അപ്പുകൂട്ടെ. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം പുട്ടായിരിക്കും അല്ലേ? ഞായറാഴ്ച അപ്പം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം കിട്ടുമെന്നല്ല പറഞ്ഞത്. ഞാൻ ഞായറക്കല്ല അപ്പുകൂട്ടെ. എന്റെ മോനായവൻ പറച്ചിലേട്ടത്തൊന്നും ഞാൻ നിർബന്ധിച്ചാണ് മോനാക്കിയത്. അതല്ല മകനല്ലേ, നിങ്ങളല്ലേ കല്യാണം കഴിച്ച മകനായത്? അതല്ല, ഇവന്റെ ചില പ്രശ്നങ്ങൾ കാരണം ഇവര് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ചതാ. ഒരുമിച്ച് പഠിച്ചതാ. ഏത് സ്കൂളിലായിരുന്നു? നമ്മളാ കൊടുവണ്ണൂർ സ്കൂളില്ലേ? കൊടുവണ്ണൂർ സ്കൂളില് അവിടെ ആ കഞ്ഞിപ്പേരിൽ നമ്മൾ മുഖാമുഖം നോക്കി കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓ, അത് ശരി. അപ്പൊ ഒരുമിച്ച് പഠിച്ചതല്ല, ഒരുമിച്ച് കുടിച്ചെന്ന് പറയുന്നതായിരിക്കും. ഈ സ്കൂളിൽ പോയത് കഞ്ഞി പേർ നിന്നാണോ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പയർ പോലെ നടക്കുന്നത്. പയർ പോലെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് മുളക്കണം, അല്ലെ ഒന്ന് പടർന്ന് വന്നിരിക്കണം. ചുമ്മാ അല്ല പെണ്ണ് കൊണ്ട് കളഞ്ഞത്. എന്നാ വിഷു എന്താ? മേഡത്തിലില്ലൂടാ. മേഡത്തില വിഷു. വിഷുവാണ് ഞാൻ ചോദിച്ചത്. എന്തോ വിഷയം നല്ല ചോദിച്ചത്. ഞാൻ പുള്ളിക്കാരൻ വീട്ടിൽ വരും, വെള്ളം ഒഴിച്ചിട്ടാ വരുന്നത്. എന്റെ കാര്യോ മക്കളുടെ കാര്യം ഒന്നും ഓർമ്മയില്ല. എന്റെ ദൈവമേ, സഹിയായിട്ട് ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പോയി നമുക്ക് ചാവുന്നു പറഞ്ഞോ. ഞാൻ പറഞ്ഞു എന്റെ അണ്ണൻ വിടുവോ? വിടുകയല്ല. എന്റെ അണ്ണൻ അത് കേട്ടനെ ഒട്ടനെ ഞാൻ പുഴ ചാടി പോയി ചാവാൻ പോവാന്ന് പറഞ്ഞോണ്ട് കവർ എടുത്ത് തല കെട്ടി ഒറ്റ ഇറക്കോ പുഴ ചാടാൻ വേണ്ടി. അത് താഴെ കവർ കെട്ടിയേ. അത് വെള്ളം മാറി തല നനച്ചാൽ പുള്ളിക്ക് പനി പിടിക്കും. ആ ശീലം അങ്ങനെ ഉണ്ട്. എത്ര എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന് അറിയാമോ? ചാകാൻ പോയ നേരത്ത് പുള്ളിക്കാരാ പോയ പോക്ക് നമ്മൾ ഒഴിഞ്ഞ പറമ്പോ ദാസപ്പന്റെ അത് വഴിയാ പോയെ. അവിടെ ചെന്നപ്പോ കിണറ്റിനകത്ത് എന്തോ ഒരു സൗണ്ട്. അണ്ണൻ നോക്കി ഒരു പന്നി കിടക്കുക. എന്റെ അണ്ണൻ വിടുവോ? വിടുകയല്ല. എന്റെ അണ്ണൻ കാട്ടുപോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോറസ്റ്റ് കേട്ടോ. കേട്ടില്ല, ആരും കേട്ടില്ല. എല്ലാം ഞാനിന്ന് നേരത്തെ പോവേ. എനിക്ക് മഹാഭാരത സീരിയൽ കാണണം. മഹാഭാരത സീരിയൽ ഞാൻ ഡെയിലി കാണുന്നത്. കാണോ? പിന്നെ അതിനകത്ത് എനിക്ക് ആദ്യം അറിയത്തില്ല. എനിക്കറിയത്തില്ല. എന്റെ പൊന്നെ
ശ്രീകൃഷ്ണനാ ഫ്രണ്ട് ചെയ്യുന്നത് കുതിര ഓടിക്കുന്നത് പുറമെ ഇരുന്ന് അമ്പയിക്കും അതാരാ? അർജുൻ സാർ അർജുൻ സാർ പോലും അർജുൻ പൊന്നോ കഥ അറിയത്തില്ലയോ എനിക്കറിയില്ല അങ്ങനെ അപ്പൊ മറ്റേ ലങ്കയിൽ നടക്കുന്ന യുദ്ധം ഇല്ലയോ? അയ്യോ, അത് രണ്ട് യുദ്ധമല്ല ലങ്കയിലെ യുദ്ധം മഹാഭാരത രണ്ട് കഥയാ. രണ്ട് കഥയാണ്. പിന്നെ എന്തുവായാലും എനിക്കിന്ന് നേരെ പോണം. അതിന്റെ എനിക്ക് പഞ്ചർ കടയിൽ പോണം. അഞ്ചേച്ചി വണ്ടിയിലാണ് വന്നേ. അതല്ലെന്ന് ഈ കൊച്ചാട്ടം കിടക്കുന്ന മുറിയിലെ ഫാന് തീരെ കാറ്റില്ല. ആ കട കൊണ്ടുവച്ചാൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും. പുള്ളിക്കാരൻ ഉറങ്ങുന്നില്ല ഫാനില്ലാതെ. രണ്ടത്തെ കാര്യം പറഞ്ഞപ്പോളാ കോടാലി കൊണ്ട് തൊണ്ടയ്ക്ക് ഇരിക്കുമല്ലായിരുന്നു ഇടയ്ക്ക് വെച്ച്. അപ്പൊ അത് മാറിയോ? കോടാലി അല്ല നീ എന്തോ വെച്ച് കഴിഞ്ഞാൽ അംശം കുറവുണ്ട് ഇരുമില്ല രക്തത്തില് അത് കത്തിയെടുത്ത് വിഴുങ്ങി ഏതാണ്ട് മറ്റെല്ലാം കൂടെ എല്ലാം കഴിഞ്ഞു. ആ പ്രശ്നം എല്ലാം കഴിഞ്ഞു. ഇപ്പൊ പുതിയൊരു കോള് ഒപ്പിച്ചോണ്ട് വന്നിരിക്കും. അതെന്തോ വെച്ചേ? നാലടങ്ങിയ ഭക്ഷണം കഴിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ വന്ന വഴിക്ക് പൊതിക്കാത്ത ഒരു തേങ്ങ എടുത്തോണ്ട് വന്ന് പൊതിച്ച് അതിന് ചകിരി എടുത്ത് അങ്ങാക്കി കുത്തി കരിക്കണം നടക്കുന്നത്. അത് തന്നെയല്ല കല്ല് രസം. രണ്ടു കുരുവി ഇപ്പൊ ഒരു മാസമായിട്ട് പുള്ളിക്കാരന്റെ പുറകെ നടക്കുക കൂട്ടി മുട്ടയിടാൻ. ഞാനിന്ന് നേരത്തെ പോവേ. എനിക്ക് മഹാഭാരത സീരിയൽ കാണണം. മഹാഭാരത സീരിയൽ മാർച്ച് 27 28 അതെങ്ങനെ ശരിയാവുന്നേ? രണ്ടും ഒരു ദിവസം വരുമോ? ഒരു മാർച്ച് 27 സുമേള മോട കുഞ്ഞിന് 28. ഓ അത് 27 ഞാൻ 28. നീ വരുമോ? ഞാൻ ഇല്ലാത്ത അങ്ങനെ വന്ന് വിളിച്ചായിരുന്നു. ഞാൻ മിണ്ടത്തില്ലല്ലോ. നിങ്ങൾ എന്തോ വിഷമിച്ചിരിക്കുന്നത്? ഞാനൊരു കാര്യം ഓർത്ത് അങ്ങ് വിഷമിച്ച് അങ്ങനെ ഇരിക്കുവാടി. എന്ത് വെച്ച കാര്യം പറ. ഞങ്ങളുടെ വഴിയുടെ പ്രശ്നം നിനക്കറിയാലോ. അതുവരെ ശരിയായില്ലയോ? അയ്യോ എന്റെ പൊന്നെ അതെന്തോ ശരിയാകാൻ ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതി ആണോ? ശരിയാ വളരെ കഷ്ടം. എന്തോ ഇത് അത് അവരോട് പറഞ്ഞപ്പോ അവർ പറയുന്നത് നമ്മൾ ഒരടി അങ്ങോട്ട് കൊടുത്താൽ രണ്ടടി ഇങ്ങോട്ട് തരുവാണ്. ആര് പറഞ്ഞു? ആൾക്കാർ പറയുന്നത്. അപ്പൊ ഞാൻ കൊച്ചാണ്ടി ഇത് കേട്ടപ്പോഴേ പറഞ്ഞു നമ്മൾ എന്തിനാ വെറുതെ അടിക്കും പിടിക്കും പോകുന്നത്. കൊച്ചാണ്ടി എന്ത് പറയാം പെരക്കാത്തല്ലേ കുത്തിയിരിക്കുക വെളിയിലോട്ട് പറഞ്ഞില്ല. എന്റെ ഞാൻ അതല്ല പറഞ്ഞേ. ഒരടി വസ്തു അങ്ങോട്ട് കൊടുക്കുമ്പോ രണ്ടടി വസ്തു ഇങ്ങോട്ട് തരുമെന്ന്. അങ്ങനെയാണോ? മാർച്ച് 27 28 അറിഞ്ഞോ? അവള് പറഞ്ഞത് എന്തോന്ന് അറിയാമോ? അവർക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അവളിപ്പം പറയുന്നത് ഗ്രൂപ്പിൽ ഇട്ടിട്ട് എന്തുവാന്ന് വെച്ചാൽ പറയാന്നാ പറഞ്ഞു. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്ത് അവൾ പറയുമോ? എനിക്കറിയത്തില്ല പറഞ്ഞാൽ നല്ലത്. ഇതേപോലെ ഞാൻ നേരത്തെ ഞാൻ അറിഞ്ഞതാ. എന്തുവാ സുമതിനെ മോൾ ഒളിച്ചോടി കഥയില്ലയോ? നീ എങ്ങനെ അറിഞ്ഞു? അവള് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ സുമതി തന്നെ. എന്നിട്ട് സുമതി എന്തോ പറഞ്ഞ ചെയ്യോട് ആരും അറിയരുതെന്നല്ലയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവൾ 10 പേരോട് പറയുമല്ലോടി. അത് പറയും. എന്നിട്ട് ഇവളെ ഒതുക്കത്തി കൊണ്ടു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നു. 250 പേരുള്ള ഒരു ഗ്രൂപ്പിൽ കാര്യമല്ലോ. അവൾ അവിടെ വീട്ടിൽ ഒരു വിഷയം ഉണ്ടായപ്പോ അവൾ 250 പേര് അടങ്ങുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അങ്ങ് ഒതുക്കി. നമ്മളെ വിഷയം ഇവര് 10 പേരോട് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. അവിടെ അങ്ങനെ വിട്ട് കളിക്കരുതല്ലോ. മോള് ആ പണക്കാരിയുടെ മോളല്ലയോ? പറഞ്ഞോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്താ മോന്റെ പേരെന്താ? നന്ദൂട്ടൻ. ഞണ്ടുകൂട്ടാനോ? നന്ദൂട്ടന് എന്താ കഴിഞ്ഞിട്ടിരിക്കുക? ഇപ്പൊ പടുകിഞ്ഞ് കഴിഞ്ഞിട്ടിരിക്കുക. ടീച്ചറുടെ കാര്യമല്ല ചോദിച്ചത്. പഠിത്തം ജോലി അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോന്നാ ചോദിച്ചത്? ഇല്ല, ജോലിക്ക് ഞാൻ ഇവിടെ മനഃപൂർവ്വം വിടത്തില്ല. എന്താണ്? കണ്ണിന് ചെറിയൊരു അസുഖം എന്റെ കുഞ്ഞിന്. കണ്ണിനോ? ദൂരക്കാഴ്ച കുറവുണ്ടോ? ദൂരക്കാഴ്ച കുഴപ്പമൊന്നുമില്ല. ഞാനാ പുതിയതായിട്ടൊരു ഒരു ഗ്രഹം കണ്ടുപിടിച്ചത്. മോള് ആ പണക്കാരിയുടെ മോളല്ലയോ?